ഈ കമ്പ്യൂട്ടർ ഇറങ്ങിയ കാലത്ത് ഞാൻ കമ്പ്യൂട്ടർ വാങ്ങിയിട്ടുണ്ട്. വെരി ഗുഡ്. അന്ന് എന്റെ വീട്ടിലുള്ളവർക്ക് ചോദിച്ചു നിനക്ക് പ്രാന്താണോ, നിങ്ങളൊക്കെ സ്വർണം വാങ്ങി ഇങ്ങനെ കട്ടിയായി മേത്തിടുന്നില്ല, ഞാൻ കമ്പ്യൂട്ടർ വാങ്ങി. ഇവിടെ വരുമ്പോ എനിക്ക് ഗൂഗിൾ പേ അല്ലായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ വന്ന് ഗൂഗിൾ പേ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എന്റെ മോനൊരു 100 രൂപ ഇട്ട് കൊടുത്ത് മോനെ കൊണ്ട് ഒരു 10 രൂപ 90 രൂപ നഷ്ടമാണെങ്കിലും ഞാൻ വലിയൊരു അളവ് സമ്പാദിച്ചു. വെരി ഗുഡ്, വെരി ഗുഡ്. ഹലോ എൻ്റെ പൊന്നെ ക്യാമറ, ഞാൻ ഇന്ന് ആരുടെ കൂടെ ഉള്ളതെന്ന് മനസ്സിലായില്ല. നമ്മുടെ സ്വന്തം ഷാജിക്ക, മൈജീൻ്റെ ഷാജിക്കാൻ്റെ കൂടെ ഉള്ളത്. ഷാജിക്ക ഒന്ന് ക്ഷണിച്ച് ഇവിടെ വന്നത്, ഇവിടെ ഒരു അപാര പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വേറൊന്നും അല്ല കേട്ടോ. നമ്മൾ പൊതുവെ ഒരു പഴഞ്ചൊല്ല് പറയാണ്ട്, പഴുത്ത ഇല വീഴുമ്പോൾ പച്ചില നോക്കി ചിരിക്കുന്നുള്ളത്. അപ്പോൾ എന്താ പറയുക, പഴുത്ത ഇലകളിന് ആരും മൈൻഡ് ചെയ്യുന്നില്ല. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉള്ള പ്രായമായിട്ടുള്ളവർ, അവർ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ സ്മാർട്ട് ഫോണിൻ്റെ കാലഘട്ടമാണ്, സ്മാർട്ട് ലൈഫിൻ്റെ കാലമാണ്. എല്ലാവരും സ്മാർട്ടായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്, ആർക്കും ഒന്നിനും സമയമില്ല. അപ്പോൾ എന്താ പറയുക, നമ്മളെയൊക്കെ വളർത്തി വലുതാക്കിയ നമ്മളുടെയൊക്കെ മുൻഗാമികളായിട്ടുള്ള ആൾക്കാർ ഇന്ന് റെസ്റ്റ് എടുത്തുകൊണ്ടും അതേപോലെ തന്നെ വീട്ടിലും പലവിടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടാവും അവരൊക്കെ ഒരു എന്താണ് പൊതുവെ പറയുന്നുണ്ട് തന്ത വൈബ്, അതേപോലെ തന്നെ പ്രായമുള്ളവർ അവരവിടെ ഇരിക്കണമെന്ന്. അവരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളും ഇതുപോലെ നിന്ന് സംസാരിക്കുന്നത്. അതെല്ലാവരും മറന്നു പോകണം. അങ്ങനെയല്ലേ ഷാജിക്ക? അപ്പം എന്താ പറയുക, അവരെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇതിനു മുമ്പ് സ്വിച്ച് ഫോൺ ഉണ്ടായിരുന്നു, പിന്നീട് സ്മാർട്ട് ഫോൺ വന്നു. സ്മാർട്ട് ഫോൺ വന്നപ്പോൾ പഴയ ആൾക്കാരൊക്കെ വന്നിട്ട് മോനെ പേരക്കുട്ടീൻ്റെ അടുത്തും മക്കളുടെ അടുത്തും വന്നിട്ട് ഇതൊന്ന് പറ, ഇത് എങ്ങനെയാണ്, അവരുടെ പിന്നാലെ നടക്കേണ്ട ഒരു കാര്യം. അപ്പോൾ എന്താ പറയുക, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത്, അതായത് ക്രൈമുകൾ, ഡിജിറ്റൽ ക്രൈമുകൾ കൂടുതൽ നടക്കുന്നത് പ്രായാവരണ ബേസ് ചെയ്തിട്ട് മാത്രം. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അതിലേക്കുള്ള അവരുടെ നോളേജിൻ്റെ കുറവാണ്. അപ്പോൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അവർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, എത്ര നല്ല കാര്യമാണ്. അപ്പൊ ഷാജിക്ക, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അടിപൊളിയല്ലേ ഇന്ന് ഇവിടെ നടക്കുന്ന പരിപാടി? ഈ പരിപാടി എന്താണ് ഏതാണെന്നുള്ളത് എനിക്കറിയാം, നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കി. സ്മാർട്ട് സ്റ്റാർട്ട് എന്നാണ് ഈ പ്രോഗ്രാമിന്റെ പേര്. 50 വയസ്സിന് മുകളിലുള്ള നമ്മളെല്ലാം വീടുകളിൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം നമുക്കറിയാലോ, ഡിജിറ്റൽ കാലഘട്ടമാണ്. അപ്പോൾ ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു സംഭവമാണ്. അവരെ സോഷ്യൽ മീഡിയ ആയാലും ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും കുറച്ച് ബാങ്കിങ് കാര്യങ്ങൾ, പിന്നെ സൈബർ ആക്രമണങ്ങൾ എന്നിവ അവരെ ഒന്ന് അവയർനെസ് ആക്കുക എന്നുള്ളത്. തീർച്ചയായും പ്രത്യേകിച്ച് ഡിജിറ്റൽ ലോകത്തിൽ കണ്ടമാനം ഫേക്കുകൾ കടന്നുകൂടിയുണ്ട്. ഏതാണ് റിയൽ ഏതാണ് ഫേക്ക് എന്നറിയില്ല. ഏറ്റവും കൂടുതൽ പെട്ടുപോകുന്നതും ഈ പറഞ്ഞ പോലുള്ള ഈ ഒരു മുതിർന്ന പ്രായക്കാരിലാണ് ഏറ്റവും കൂടുതൽ കേസുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. കാരണം അവരത് മനഃപൂർവ്വമല്ല, അറിയാതെ സംഭവിക്കുന്നത്. അതെ അതെ അതെ. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് സൈബറിന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മൈജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ അവരുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് വരുന്നുണ്ട്. പിന്നെ ബാങ്കിങ് ഫിനാൻഷ്യൽ ഡിജിറ്റലിന് ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെ വിവിധ ഇവർക്ക് വേണ്ട ഒരു ചെറിയ ഒരു സെഷൻ ഇവരെ കൊടുത്തിട്ട് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക്. ഇന്നിപ്പോൾ ഇത്രയും ആളുകളൊക്കെ വന്നിട്ട് ഇവരെ ശരിക്കും എഡ്യൂക്കേറ്റ് ചെയ്ത് വരുന്നുണ്ട്. തീർച്ചയായും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരുമ്പോൾ തന്നെ ഈ പറഞ്ഞ മാതിരി തന്നെ ഇവർ മറ്റുള്ളവരിലേക്ക് പകരാനും അതുപോലെ തന്നെ ഓരോരുത്തരുടെ പിന്നാലെ നടന്നിട്ട് മോനെ എന്താണ് ഇത് എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ ഈ പരിപാടി കണ്ടപ്പോൾ തന്നെ അവിടെ ഉള്ള ഒരു സെഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്ക് ചെറിയ കുഞ്ഞു മക്കളെ പഠിപ്പിക്കുന്ന മാതിരി നിങ്ങൾ ഓപ്പൺ ചെയ്യൂ, ഈ ആപ്പ് എടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ക്ലിയർ ആയിട്ട്, അതായത് ഒരു കച്ചവടം എന്നതിലുപരി ഈ സാധനം വാങ്ങിച്ചിട്ട് അവർക്ക് ഉപയോഗിക്കാൻ കൂടി കഴിയണം. ഒരു ഷോ ആയിട്ട് ഇങ്ങനെ പിടിച്ചു നടക്കൽ മാത്രമല്ലല്ലോ. അപ്പോൾ അത് വലിയൊരു നല്ല കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് നിങ്ങളൊരു തോട്ട് ഇങ്ങനെ വരാനുള്ള കാരണം എന്താണ്? നമ്മുടെ വീടുകളിലൊക്കെ തന്നെ നമുക്കറിയാലോ കൂടുതൽ ആൾക്കാരും കേരളത്തിൽ പുറത്താണ്. അതെ, തീർച്ചയായും. GCC-യിലായാലും യൂറോപ്പിലായാലും. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾക്ക് പലതും നടക്കുന്നില്ല, അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവർ വളരെയധികം വേദനിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ കാണിക്കാനാണെങ്കിലും ഒരു പേയ്മെൻറ്റ് കൊടുക്കാൻ, ഒരു ഫുഡ് വാങ്ങാനാണ് പല സമയത്തും. ഇപ്പോൾ ഫുഡ് ഓർഡർ ചെയ്താൽ നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് അല്ലെങ്കിൽ വിത്തിൻ അവേഴ്സ് കൊണ്ട് നമ്മളെ വീട്ടിലെത്തും. അപ്പോൾ അങ്ങനത്തെ സാധ്യതകളൊന്നും ഇതിൽക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർക്കുള്ള നെക്സ്റ്റ് ലെവൽ അവരൊന്ന് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായും. ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി പല കാര്യങ്ങൾക്കും നമ്മൾ ഇപ്പോൾ എൻ്റെ സന്തത സഹചാരിയായിട്ടുള്ള വാസലിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്, എൻ്റെ മക്കളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. ഇതെന്താണെന്ന് അറിയാം. എല്ലാവരും ഇതുപോലെ ചോദിക്കുന്നത് ഒരു മാനക്കേടായിട്ടുള്ളവർ. ഇത് ചോദിച്ചാൽ എന്താ തോന്നുന്നത്? ചിലവരാണെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ പറഞ്ഞു കൊടുക്കുന്നത് മനസ്സിലാവണമില്ല. പക്ഷെ നിങ്ങളുടെ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതായത് സ്റ്റാർട്ടിങ് മുതൽ ഇതാണ് ആപ്പ്, ഇത് തുറക്കുമ്പോൾ ഇങ്ങനെയാണ്, അല്ലാതെ ഇപ്പോൾ നേരിട്ട് പോയിട്ട്
പോയിട്ട് ഇതിലിങ്ങനെ തുറന്നിട്ട് ഇതിങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് ശരിയാവും. അത്ര സമയമുള്ളൂ നമ്മുടെ മക്കൾക്കായാലും അതേപോലെ തന്നെ പേരക്കുട്ടികൾക്കാർക്കും പറഞ്ഞു തരുന്ന കാര്യത്തിൽ. പക്ഷേ ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഇതുപോലുള്ളത് ശരിക്കും എന്താ അറിയോ, ഒരു ബിസിനസ് എന്നതിലുപരി ഒരു സോഷ്യൽ അവയർനെസ് ആണ്, സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആണ്. അപ്പോൾ എന്താ അറിയോ, ഈ ഒരു സംഗതി പ്രത്യേകിച്ച് എല്ലാ സംഗതികൾക്കും ഡിജിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇതുപോലൊരു കമ്മ്യൂണിറ്റിയെ ഇതുപോലെ തന്നെ നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിന് ഹാറ്റ്സ് ഓഫ് എൻ്റെ ഭാഗത്തു നിന്നും നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും. ഞങ്ങൾ ഇത് മാത്രമല്ല, ഞങ്ങൾ ഈ ഒരു സെഷൻ കൊടുത്തതിന് ശേഷം ഇതിനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇത് ജനങ്ങളിലേക്ക് ഇവരുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ സെപ്പറേറ്റ് ഓഫീസിൽ ഒരു ടീമിനെ നമ്മൾ വെക്കുന്നത്. ഓ വെരി ഗുഡ് വെരി ഗുഡ്. ഒരു ദിവസം ഒരു സെഷനിൽ ഒരു ക്ലാസ് എടുത്ത് വിടുക എന്നുള്ളതല്ല. അപ്പോൾ ഇതിന് ഇവിടെ വരുന്ന ആൾക്കാരും അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാരൊക്കെ തന്നെ ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. അവരുടെ ഡൗട്ടുകൾ, അവർക്ക് ബാങ്കിങ് ആയിട്ടുള്ള ഡൗട്ടുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള ഡൗട്ടുകൾ, അങ്ങനെ സൈബർ ആക്രമണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഡൗട്ടുകൾ, ഇതെല്ലാം ചോദിക്കാൻ നമ്മൾ ഓഫീസിൽ ഒരു സെപ്പറേറ്റ് ടീമിനെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അവർക്ക് മറുപടി ആ ഗ്രൂപ്പിൽ തന്നെ കൊടുത്തു. പിന്നെ ഇത് ഇവിടെ മാത്രമല്ല, കോഴിക്കോട് മാത്രമല്ല, കേരളത്തിലെ ഒരുവിധ എല്ലാ ഡിസ്ട്രിക്റ്റിലെയും എല്ലാ റൂറൽ പ്രദേശങ്ങളിലേക്ക് ഇത് നടത്താനും. അത് ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ വരികയായിരുന്നു. എന്താ വെച്ചാൽ ഇതൊരു കോഴിക്കോടിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒരു സംഭവം, ഇത് എല്ലാവിടേക്കും വ്യാപിച്ചുകൊണ്ട് അതേപോലെ എല്ലാവർക്കും ഇതിന്റെ ഒരു ഗുണഭോക്താക്കളായി മാറേണ്ടതുണ്ട് എന്ന് പറയുന്നത്. മൈജി ഇത് പിന്നെ വിൽക്കാന്ന് മാത്രമല്ല, ഇതിനൊരു സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ള വലിയൊരു ഇതുണ്ട്. കാരണം ഇതൊരു കമ്മ്യൂണിക്കേഷന്റെ ഒരു കാലഘട്ടമാണ്. കമ്മ്യൂണിക്കേഷൻ ഒരു വിപ്ലവം തന്നെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പൊ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധ്യതകളും നമ്മൾ അവരെ സ്മാർട്ട് ആക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സ്മാർട്ട് സ്റ്റാർട്ട് എന്നുള്ള പ്രോഗ്രാം. തീർച്ചയായും എല്ലാ പ്രായക്കാരെയും മൈജിയുടെ ക്യാപ്ഷൻ തന്നെ പറഞ്ഞത് മൈ ജനറേഷൻ അല്ല, എല്ലാ ജനറേഷനിലുള്ള ആൾക്കാരെയും നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. നമ്മൾ വാങ്ങുന്ന പല പ്രൊഡക്റ്റുകളുടെയും ഒരു 20% മാത്രമേ യൂസേജ് വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് മൈജിയിൽ ട്രെയിൻഡ് ആയ സ്റ്റാഫുകൾ വെക്കുന്നത്. ഇപ്പൊ ഇക്ക എന്റെ ഷോപ്പിൽ വന്നിട്ടാണെങ്കിൽ ഇക്കൊക്കെ ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കൊണ്ടുവരുന്നത്, അല്ലാണ്ട് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ്. അപ്പൊ നമ്മളെ സ്റ്റാഫുകളെ ബ്രാൻഡുകളിൽ നിന്നും ട്രെയിൻ ചെയ്ത് നിങ്ങളെ നീഡ് മനസ്സിലാക്കിയിട്ട് അതിനൊരു സൊല്യൂഷൻ തരാം. തീർച്ചയായും. ഇപ്പൊ ഒരു സ്മാർട്ട് TV വാങ്ങുന്നു അല്ലെങ്കിൽ ഒരു റെഫ്രിജറേറ്റർ വാങ്ങുന്നു, ഇതിന്റെ പല സ്പെക്കുകളും നമ്മൾ ഉപയോഗിക്കുന്നില്ല. തീർച്ചയായും പല ആൾക്കാരും വീട്ടിൽ കൊണ്ടുപോയി. അല്ല, നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന ഫോൺ തന്നെ ആണെങ്കിലും നമ്മൾ എത്ര പെർസെന്റേജ് അതിന്റെ ഉപയോഗിക്കുന്നത്? അപ്പൊ അതൊരു അവയർനെസ് ഉണ്ട്. അതാണ് നമ്മൾ പൂർണ്ണമായിട്ടും കൊടുക്കുന്നത്, ഒരു സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായും. അപ്പോൾ ഷാജിക, ശരിക്കും മൈജിൻ്റെ എത്ര ഷോറൂം ഉണ്ട് കേരളത്തിൽ? 120-ലധികം ഷോറൂമുകളുണ്ട്. ഈ 120-ലധികം ഷോറൂമുകളിലേക്കും നിങ്ങൾ എത്തിപ്പെടൽ നടക്കുന്ന കാര്യമല്ല. പക്ഷേ ഇതുപോലുള്ള സ്റ്റാഫുകൾ, ഇതുപോലുള്ള ട്രെയിനേഴ്സ്, കാര്യങ്ങൾ എല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കണ്ടേ? ഞാൻ എൻ്റെ സ്റ്റാഫ് എന്നുള്ളതല്ല, എനിക്ക് വേറെ പാർട്ണറോ ഇൻവെസ്റ്ററോ ഇല്ല. എൻ്റെ പാർട്ട്നേഴ്സാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ജോലിക്കാർ. ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് എന്തായാലും. അപ്പോൾ ഇപ്പോൾ അത് 4000 പേരുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ജോലി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് വരാൻ തന്നാൽ എൻ്റെ വാപ്പിച്ച് എനിക്ക് തന്ന എൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നൊരു അഡ്വൈസാണ്. ഒരു 100 പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സ്ഥാപനം നീ തുടങ്ങണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ തുടങ്ങിയത്. ഇപ്പം നമുക്ക് 4000 പേര് ഡയറക്റ്റ് ആയിട്ടും ഒരു 2-3000 പേര് ഇൻഡയറക്റ്റ് ആയിട്ടും മൈജിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ പറയുക, വാപ്പാൻ്റെ വിഷൻ എന്ന് പറയുന്നത് എന്താ പറയുക, നീ കാശുണ്ടാക്കുക എന്നുള്ളതിലുപരി നീ 100 പേർക്ക് ജോലി കൊടുക്കുമ്പോൾ ആ ഒരു 100 പേരിൽ ഒരു 100 വീട്ടിൽ 3 ആളുണ്ടെങ്കിൽ 300 പേരുടെ വയറ് നോക്കുക എന്നുള്ളത് അല്ലേ? അങ്ങനെ നോക്കാൻ തന്നെ വലിയൊരു കാര്യം. ഞാൻ എൻ്റെ നാട്, എൻ്റെ കേരളത്തിനൊക്കെ അത്രയും സ്നേഹിച്ചുകൊണ്ടാണ് ഞാൻ ഇതുവരെ പുറത്തേക്ക് പോലും ചിന്തിച്ചിട്ടില്ല. അപ്പോൾ കേരളത്തിൽ തന്നെ അതിൻ്റെ സാധ്യതകൾ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുക, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജോലി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. തീർച്ചയായും വലിയൊരു സംഭവമാണ്. അതെനിക്ക് ഒരു പരിധിവരെ സാധിക്കാൻ പറ്റി എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ. അല്ല, എന്താ പറയുക, മറ്റു സ്ഥാപനങ്ങളിൽ നിന്നും മൈജിയെ വ്യത്യസ്തമാക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ എടുത്തു പറയാനുള്ള ഒരു സംഭവം തന്നെയാണ് നിങ്ങൾ ഈ പറഞ്ഞൊരു സംഗതി കേട്ടോ. എന്തായാലും സ്റ്റാഫിനെ സ്റ്റാഫായി കാണാണ്ട് പാർട്ട്നേഴ്സായി കണ്ട് കൂടപ്പിറപ്പുകളായിട്ട് കണ്ട് ആ കൂട്ടിച്ചേർക്കലാണ് ഞാനിപ്പോൾ ഇവിടെ കണ്ടിട്ടുള്ള ആ സ്റ്റാഫിൻ്റെ ആത്മാർത്ഥത എന്നത്. അല്ല, അങ്ങനെ ഒരു ഫീല് കൊടുക്കുന്ന ഒരു സമയത്ത് നമ്മൾ എന്താണോ നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്ക് കൊടുക്കുന്നത്, അതാണ് നമ്മളെ കസ്റ്റമേഴ്സിന് അവർ കൊടുക്കുക. തീർച്ചയായും. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഹാപ്പി അല്ലേ, ഒരിക്കലും എൻ്റെ കസ്റ്റമേഴ്സ് ഹാപ്പി ആവില്ല എന്നാണ്. അതെ, തീർച്ചയായും. അപ്പോൾ 100% ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഓട്ടോമാറ്റിക്കലി എൻ്റെ കസ്റ്റമർ ഹാപ്പിയാണ്. അതുകൊണ്ടാണ് ഇത്ര ചെറിയ കാലയളവിനുള്ള ഏകദേശം എനിക്ക് തോന്നുന്നു 90 ലക്ഷത്തിലധികം ആൾക്കാർ ഒരു ബേസ് ഉണ്ട് ഇപ്പോൾ മൈജിക്ക്. അതൊരു ചെറിയ കാര്യമല്ല. സത്യം. പക്ഷേ എന്താ പറയുക, ഞാൻ ഷാജിഖാൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് ഒരു ആരാധന തോന്നിയ സമയം. ഞാൻ എപ്പോഴും പറയലുണ്ട്, ഒരു നമ്മുടെ വീട്ടിൽ നമുക്ക് ഏറ്റവും വലിയ സെലിബ്രിറ്റി നമ്മുടെ മാതാപിതാക്കളാണ്. നിങ്ങളുടെ വല്യമ്മാനെയും കൊണ്ട് വന്നിട്ട് ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യിക്കണം. ആ ഒരു വീഡിയോ നിങ്ങളുടെ ഉമ്മ മാഷാഅല്ലാഹ്, അവരത്രയും വയ്യാണ്ടായിട്ട് അവരെ കൂട്ടിക്കൊണ്ടുവന്ന് അവരെ കൊണ്ട് അതിൻ്റെ അത്രയും ഒരു ബർക്കത്ത് ഐശ്വര്യം കിട്ടുന്ന വേറൊരു ഏറ്റവും വലിയ ഭാഗ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉമ്മച്ചിയാണല്ലോ. അതെ. അപ്പോൾ ഉമ്മച്ചിയുടെ എല്ലാ പ്രാർത്ഥനയും അനുഗ്രഹമാണ് എൻ്റെ എല്ലാ ഐശ്വര്യത്തിനും കാരണം.
അപ്പോൾ എന്തായാലും നമ്മളവിടെ പ്രോഗ്രാം നടക്കുകയാണ്, അവിടെ പോവുക, അവിടെ കാണാം, അവരുടെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് കൂടി ചോദിക്കാം. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't. ഞാനൊരു വ്ളോഗറാണ്, മൊയ്നൂസ് വ്ളോഗ്സ് എന്ന് പറയും. എനിക്കാകെ തന്നിട്ടുള്ള 2 മിനിറ്റാണ്. പക്ഷേ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ചോദിക്കാനും നിങ്ങളുടെ നിന്ന് അറിയാനുമുണ്ട്. ഇപ്പോൾ ഇവിടേക്ക് ഈ ഒരു പരിപാടിക്ക് വരുന്ന മുമ്പുള്ള നഫീസത്താത്തയും ഇവിടുന്ന് ഈ പരിപാടി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴുള്ള നിങ്ങളുടെ ഡിജിറ്റൽ, അതായത് ഇപ്പോൾ ഉള്ള ഈ ഒരു ഡിജിറ്റലിൽ നിങ്ങൾക്കുള്ള എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യും. ഇവിടെ വരുമ്പോ എനിക്ക് ഗൂഗിൾ പേ അല്ലായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ വന്ന് ഗൂഗിൾ പേ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എന്റെ മോനൊരു 100 രൂപ ഇട്ട് കൊടുത്ത് മോനെ കൊണ്ട് ഒരു 10 രൂപ 90 രൂപ നഷ്ടമാണെങ്കിലും ഞാൻ വലിയൊരു അറിവ് സമ്പാദിച്ചു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ രണ്ടാമത്തെ സെഷൻ മാപ്പും, അതും ഇവിടുന്ന് നരിക്കുനി ബസ് സ്റ്റാൻഡ് വരെ പോകാനുള്ള മാപ്പും റെഡിയാക്കി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി. ഈ ഒരു പഴയ യുഗത്തിൽ നിന്ന് വന്ന് ഇപ്പോൾ ഈ ഒരു സംഭവം ഡിജിറ്റലൈസേഷനിലേക്ക് മാറി ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ ഒരു സംഭവം പഠിക്കാനുള്ള ത്വര ഉണ്ടായത് എങ്ങനെയാണ്? അതിൻ്റെ ചെറിയൊരു ബ്രീഫ്. എനിക്ക് നേരത്തെ അത്യാവശ്യം കാര്യങ്ങൾ അറിയായിരുന്നു. ഒരു ആക്സിഡൻറ്റ് വഴി അല്പം ബുദ്ധിമുട്ടായി, കുറച്ച് ഓർമ്മയ്ക്കൊക്കെ ഒരു പ്രയാസം ഉണ്ടായി. അപ്പോൾ ഞാൻ പിന്നെ ഇതിലൂടെ അതൊന്ന് ഡെവലപ്പ് ചെയ്യാമെന്നുള്ള, ക്ലിയറാക്കി എടുക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് കാര്യങ്ങൾ പത്രത്തിൽ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വന്നു. ഓക്കെ, വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. ഓക്കെ, ഓക്കെ. ഞാൻ തുടർന്നും ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ മറ്റോ ജോയിൻ ചെയ്തിട്ടൊന്ന് ശരിയാക്കി എടുക്കാമെന്ന് ഉദ്ദേശിച്ചു. താങ്ക് യു, താങ്ക് യു. ഏതൊക്കെ ഗെയിമാണ് കളിക്കാറ്? വേദിക് മാത്സിൽ നല്ല ഉഗ്രൻ ഗെയിംസ് ഉണ്ട്. ഇവിടെ ഒരു 6ാം ക്ലാസ് മുതൽ മുകളിലേക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് മാത്തമാറ്റിക്സ് ഇത്ര സിമ്പിൾ ആവാൻ വേറെ ഒരു രക്ഷയില്ല. പുതിയ അറിവാണ്, ഒന്ന് കൈയടിക്കുക. അത് നിങ്ങൾക്ക് വേദിക് മാത്സ് ട്രിക്സ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇത് കളിക്കാൻ ഗെയിം ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് അത് കൊടുത്തേക്കാം. ഞാനത് പറഞ്ഞു കൊടുത്തിട്ട് SLCക്കും PDCക്കും മാത്തമാറ്റിക്സിന് നല്ല മാർക്ക് വാങ്ങിയ കുട്ടികളെ എനിക്കറിയാം. വെരി ഗുഡ്, വെരി ഗുഡ്. അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അല്ലേ? അതെ. മറ്റേ വേറൊരു വഴിക്ക് പോകുന്ന, വഴി തെറ്റി പോകുന്ന ഒരാളെ നേർവഴിക്ക് തിരിക്കാൻ നമ്മൾ കാണുന്ന വഴിയാണ് നല്ല വഴി പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. ഗൂഗിൾ ചിലപ്പം പറഞ്ഞ പുഴയിലും കടലിലൊക്കെ എത്താറുണ്ടെങ്കിലും പക്ഷെ നമ്മൾക്ക് നല്ല വഴി തരണം. അത് നമ്മളുടെ ചില ഫാസ്റ്റ് ടെൻഡൻസി കൊണ്ടാണ് നമ്മൾ പല കുഴിയിലും പോയി ചാടുന്നത്. അതെ, അതെ, അതെ. വർഷങ്ങൾക്ക് മുമ്പ് ഈ കമ്പ്യൂട്ടർ ഇറങ്ങിയ കാലത്ത് ഞാൻ കമ്പ്യൂട്ടർ വാങ്ങിയിട്ടുണ്ട്. വെരി ഗുഡ്. അന്ന് എന്റെ വീട്ടിലുള്ളവർക്ക് ചോദിച്ചു, നിനക്ക് പ്രാന്താണോ, നിങ്ങളൊക്കെ സ്വർണം വാങ്ങി ഇങ്ങനെ കട്ടിയായി മേത്തിടുന്നില്ല. ഞാൻ കമ്പ്യൂട്ടർ വാങ്ങി. അടിപൊളി, അടിപൊളി. അതെനിക്ക് എന്നിട്ട് വീട്ടിൽ വളർന്ന കുട്ടികൾ ചോദിക്കാം, അല്ല ഇവിടെ ഇതൊക്കെ ഉണ്ടോ? ഞാൻ ചെന്തേ ഇവിടെ ഒന്നും പാടില്ലേ? അല്ല ഇതൊക്കെ വാങ്ങാൻ എവിടുന്ന കാശ്? മക്കളെ ചോദിക്കാം, അനിയത്തിന്റെ മക്കളൊക്കെ. ഞാൻ പറഞ്ഞു, നിന്റെ ഉമ്മാന്റെ കഴുത്തിലും കൈമലൊക്കെ കുറെ മഞ്ഞ സാധനം കാണുന്നില്ലേ, അത് വാങ്ങാൻ എവിടുന്ന കാശെന്ന് ചോദിച്ചോ. എന്റെ കയ്യിൽ അങ്ങനെ ഒരു സാധനവും ഇല്ല, കഴുത്തിലില്ല, കാതിലില്ല. ഞാൻ പൈസ ചെലവാക്കല അറിവിന് വേണ്ടി, എൻജോയ് ചെയ്യാൻ. ഞാൻ പോകുമ്പോ ഇതൊന്നും കൊണ്ടുപോയില്ല. നമ്മുടെ വീടുകളിൽ ഇതുപോലുള്ളവരൊക്കെ ഉണ്ടാവും, പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയും വാപ്പയും അപ്പച്ചനും അമ്മച്ചിയും. അത് കൂടാതെ നമ്മളുടെയൊക്കെ കാരണവന്മാരും അവരൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഒരു ടെലിഫോണോ അല്ലെങ്കിൽ അവരൊക്കെ ഒരു സ്മാർട്ട് ഫോണൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് ഇങ്ങനെ ഇളക്കണ സമയത്ത് നിങ്ങളുടെ അടുത്തൊക്കെ ഒരു സംശയം ചോദിക്കുന്ന സമയത്തുണ്ടല്ലോ, ഒരു പുച്ഛ മനോഭാവം അല്ലാണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അവരും എന്താ പറയുക, ഈ വഴിയൊക്കെ കടന്നു വന്നാണ്. നിങ്ങൾ ജനിച്ചു വീഴുമ്പോൾ തന്നെ നിങ്ങൾ സ്മാർട്ട് ഫോണും അതേപോലെ ഡിജിറ്റലായിട്ട് ജീവിച്ച് ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ജീവിക്കുകയാണ്. ഇവരങ്ങനെയല്ല. ആ ഒരു നോളേജ് എടുക്കാൻ വേണ്ടി ഇത്ര എഫേർട്ട് എടുത്ത് ഇവർക്ക് ഹാറ്റ്സ് ഓഫ്. അപ്പോൾ എന്താ പറയുക, മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ആളുകളെ കേരളം എന്നല്ല ലോകം മൊത്തം കാണണം, അറിയണം. ഇതുപോലെ വീടുകൾക്കുള്ളിൽ ഈ ഒരു അറിവ് കിട്ടാണ്ടിരിക്കുന്നവർക്ക് ഇതുപോലുള്ള മൈജി ചെയ്തിട്ടുള്ള ഇത്രയും വലിയൊരു എഫേർട്ട്, അതുപോലെ തന്നെ മൈജി ഇവർക്ക് കൊടുക്കുന്ന ഈ ഒരു നോളേജ്, ഈ ഒരു പരിപാടി, അത് ഈ ഒരു കോഴിക്കോടോടെ തീരുന്നില്ല. നമ്മുടെ മൈജിയുടെ ചെയർമാനായിട്ടുള്ള ഷാജിക്ക പറഞ്ഞത് കേരളത്തിൽ ഉടനീളം
എൻ്റെ അടുത്ത് പറഞ്ഞത് പെരിന്തൽമണ്ണയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ. ഉടനീളം എല്ലാവരും 50ഉം 60ഉം വയസ്സ് കഴിഞ്ഞ് വീട്ടിലുള്ളവർക്ക് ഇതുപോലുള്ള നോളേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് മൈജി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. മൈജിക്ക് 1000 ആശംസകൾ, ഒരുപാട് ആശംസകൾ. ഇനിയും ഇതുപോലുള്ള പരിപാടികൾ ഉഷാറായി വരട്ടെ. അപ്പൊ അടുത്തതുപോലുള്ള വീഡിയോ കാണുന്നവരെ ബൈ.